ഇപ്പോൾ ചർച്ചകൾ തലസ്ഥാനത്ത് പുരോഗമിക്കുന്നു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൽ പി.കെ. ബഷീർ, കെ.എം. ഷാജി, വി. അബ്ദുൽ ഗഫൂർ, എ.കെ.എം. അഷ്റഫ് എന്നിവരുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. പി.കെ. ബഷീറിനായി അണികൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചാരണം ശക്തമാക്കിയിട്ടുണ്ട്. UDF തീരുമാനം വരട്ടെ എന്നാണ് സാദിഖ് അലി തങ്ങൾ വ്യക്തമാക്കിയത്. നാളെ ഇപ്പോൾ സത്യപ്രതിജ്ഞ നടക്കും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് MLA-മാരൊക്കെ ഇവിടെ എത്തേണ്ടതുണ്ടല്ലോ. അപ്പോൾ MLA-മാരുമായി സാധാരണ അത് UDF-ന്റെ തീരുമാനം അനുസരിച്ചാണ് വരിക. ഇപ്പോൾ പറയാറായിട്ടില്ല. ഞങ്ങളങ്ങനെ അവകാശവാദം അനുസരിച്ച് നേരത്തെ പറഞ്ഞതാണല്ലോ. ഏതായാലും UDF-ന്റെ തീരുമാനം വരട്ടെ, അതനുസരിച്ച് നമുക്ക് തീരുമാനിച്ചു. അത് അവകാശവാദം ഞങ്ങൾ ഉന്നയിക്കുന്നില്ല. ആ UDF-ന്റെ അന്തിമ തീരുമാനം വന്നു കഴിഞ്ഞാൽ അത് എല്ലാം പരിഗണിക്കേണ്ടി വരും. മുസ്ലിം ലീഗ് അങ്ങനെയാണല്ലോ, പ്രാദേശികമായിട്ടുള്ള പരിഗണനകൾ വേണ്ടി വരും. മെറിറ്റ് അടിസ്ഥാനത്തിൽ ആളുകൾ ചിലപ്പോൾ നമുക്ക് നിയോഗിക്കേണ്ടി വരും. പിന്നെ ചില വകുപ്പുകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ആരെങ്കിലുമൊക്കെ നിയോഗിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യേണ്ടി വരും. പാനലൊക്കെ ആണ് തിരഞ്ഞെടുക്കുക. അതാണ് മന്ത്രിമാരെ ആരൊക്കെയെന്ന് തീരുമാനിക്കുന്നത് സാദിഖ് അലി തങ്ങളായിരിക്കും. നേതൃയോഗം അല്പസമയത്തിനകം ആരംഭിക്കുകയാണ്. നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് സാദിഖ് അലി തങ്ങൾ എത്തിയിട്ടുള്ളത്. അതിനിടെയാണ് ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചില ജില്ലാ നേതൃത്വങ്ങൾ ഉൾപ്പെടെ രംഗത്തെത്തിയിരിക്കുന്നത്. കാസർഗോഡിന് മന്ത്രി വേണം എന്ന് നിയുക്ത MLA കല്ലട്ര മാഹിൻ ഹാജി ആവശ്യപ്പെട്ടിട്ടുണ്ട്. 24-നോടായിരുന്നു പ്രതികരണം, അതുകൂടി കേൾക്കാം. ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടിരുന്നു, കാസർഗോഡിനെ അവഗണിക്കരുത് എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. അത് ഞങ്ങൾ രേഖാമൂലം സംസ്ഥാന സമിതിയെ അറിയിച്ചിട്ടുണ്ട്. അത് പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഉള്ളത്. മുസ്ലിം ലീഗ് കാരണം പതിറ്റാണ്ടുകളായി സ്ഥിരമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന 2 മണ്ഡലങ്ങളാണ് കാസർഗോഡും മഞ്ചേശ്വരവും. മഞ്ചേശ്വരത്ത് പലപ്പോഴായി ഒരിക്കൽ 89 വോട്ടും പിന്നീട് 1000-ൽ താഴെ വോട്ടിന് മാത്രമാണ് ജയിച്ചിരുന്നത്. ഇപ്പോൾ 30,000-ഓളം വോട്ടിന് മഞ്ചേശ്വരം ജയിച്ചു. അതേപോലെ കാസർഗോഡും ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ച ഒരു സമയത്താണ് ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിക്കുന്നത്. അത് പരിഗണിക്കുമെന്ന പ്രതീക്ഷയിൽ. മുസ്ലിം ലീഗ് നേതൃയോഗം അല്പസമയത്തിനകം പാണക്കാട് ഹൌസിൽ ചേരാൻ പോവുകയാണ് തിരുവനന്തപുരത്ത്. ദീപക് ധർമ്മടം വിശദാംശങ്ങളുമായി. ദീപക്, ഇതിൽ പാണക്കാട് തങ്ങളുടെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടു. പ്രാദേശിക വികാരം ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് ചില വകുപ്പുകളൊക്കെ നോക്കി തീരുമാനം കൈക്കൊള്ളുമെന്നുള്ളതാണ്. ഏതായാലും അല്പസമയത്തിനകം തന്നെ തീരുമാനം എടുക്കേണ്ടതുണ്ട്. ചില ആവശ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ കലക്ടർ മാഹിൻ ഹാജി പറയുന്നത് പോലെയൊക്കെ ഏത് തരത്തിലേക്കാകും അന്തിമ ലിസ്റ്റ്? അനുജ, ഇതാ ഇപ്പോൾ യോഗം ആരംഭിക്കുകയാണ്. യോഗ ഹാളിൽ നിന്നും മാധ്യമങ്ങളെ പുറത്തിറക്കി കഴിഞ്ഞു. ഇനി അല്പസമയത്തിനകം തന്നെ യോഗം ആരംഭിക്കും. ഈ യോഗം പാർലമെന്ററി ബോർഡ് യോഗവും പാർലമെന്ററി ബോർഡ് അംഗങ്ങൾ, അതായത് 22 ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ MLA-മാർ, ഇതുകൂടാതെ ഉന്നതാധികാര സമിതി അംഗങ്ങൾ, ഇവരാണ് യോഗം ചേരുന്നത്. ഈ യോഗം മന്ത്രിമാരെ തീരുമാനിക്കാൻ വേണ്ടി പാണക്കാട് സാദിഖ് അലി തങ്ങളെ ലീഗ് അധ്യക്ഷനെ ചുമതലപ്പെടുത്തുമെന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. അതിനുശേഷം അദ്ദേഹമായിരിക്കും മന്ത്രിമാരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക. നേരത്തെ ഈ യോഗത്തിന് കയറുന്ന സമയത്ത് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ പറഞ്ഞത് 5 മന്ത്രിമാർ എന്ന ആവശ്യം ഞങ്ങൾ അങ്ങനെ ശക്തമായി ഉന്നയിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എന്നാൽ UDF അർഹമായ പരിഗണന തരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിന്റെ അർത്ഥം 5 മന്ത്രിമാർ കിട്ടുമെന്നത് തന്നെയാണ്. കാരണം നേരത്തെ ഇതിനേക്കാൾ കുറവ് MLA-മാർ ഉള്ള സമയത്ത് പോലും ലീഗിന് 5 മന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 5 മന്ത്രിമാർ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാം. അങ്ങനെ 5 മന്ത്രിമാർ എന്നുള്ള നിലയിൽ കാര്യങ്ങൾ തീരുമാനിച്ചു പോവുക എന്നതാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ യോഗം ആരംഭിച്ചു കഴിഞ്ഞു. സാദിഖ് അലി തങ്ങളുടെ പാണക്കാട് സാദിഖ് അലി തങ്ങൾ ലീഗ് അധ്യക്ഷന്റെ അധ്യക്ഷതയിലാണ് യോഗം. ഈ യോഗം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഉന്നതാധികാര സമിതിയിലെ പ്രധാനപ്പെട്ടവർ, അതായത് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമും അവർ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ ഏതാണ്ടൊരു ധാരണ ഇക്കാര്യത്തിൽ ഉണ്ടാകും. പക്ഷേ എന്നാൽ ഈ പാർലമെന്ററി ബോർഡ് യോഗം മന്ത്രിമാരെ തീരുമാനിക്കാൻ ചുമതലപ്പെടുത്തുക ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങളെയാണ്. അതൊരു പഴയ കീഴ്വഴക്കമാണ്. പണ്ട് നമുക്ക് ശിഹാബ് തങ്ങളുടെ കാലം മുതൽ അങ്ങനെയാണ് ഉണ്ടാകാറുള്ളത്. ആ ചുമതലപ്പെടുത്തിയതിനു ശേഷമായിരിക്കും മന്ത്രിമാരുടെ പ്രഖ്യാപനത്തിലേക്ക് കടക്കുക. മന്ത്രിമാരെ പ്രഖ്യാപിക്കുമ്പോൾ പ്രാദേശികമായ പരിഗണന ഉൾപ്പെടെ ഉണ്ടാകുമെന്നും സാദിഖ് അലി തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.